നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ ഫോൺ വെച്ചിട്ട് നോക്കിക്കോളാം. അത് പറ്റില്ല, ഇപ്പൊ തന്നെ വായിക്കണം. എന്നാലേ ഞാൻ എവിടെയാണ് പോയതെന്ന് സാറിന് മനസ്സിലാവൂ. സാർ വായിച്ചോ? വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒന്ന് ഉറക്കെ വായിക്കൂ സാറേ. എന്താ വായിക്കാത്ത? അത് എന്റെ കണ്ണ് തീരെ പിടിക്കുന്നില്ല. നേഴ്സിന്റെ കംപ്ലൈന്റ് കാഴ്ചയെ ബാധിച്ചെന്ന സംശയം. സത്യം പറ സാറേ, സാർ വീടിന് പുറത്തല്ലേ? ആര് പറഞ്ഞു? എനിക്ക് മനസ്സിലായി. ഞാൻ വീട്ടിലില്ലെന്ന് കണ്ടപ്പോ ഉർവശി ശാപ ഉപകാരം എന്ന പോലെ സാറ് പുറത്തിറങ്ങി അല്ലേ? എന്നോടൊരല്പമെങ്കിലും സാറിന് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആരോഗ്യമില്ലാത്ത സാർ ഇങ്ങനെ പുറത്തിറങ്ങില്ലായിരുന്നു. ഓ പിന്നെ അപ്പൊ നീ പുറത്തു പോയതോ? അതിന് കുഴപ്പമില്ലല്ലോ. ഞാനൊരു കത്ത് എഴുതി വെച്ചിട്ടാണ് പോകുന്നത്. എന്നാ ഞാനും ഒരു കത്ത് എഴുതി വെച്ചിട്ടാ പോയത്. നോക്ക്, ഞാൻ പോകുന്നത് പോലെയാണോ ആരോഗ്യമില്ലാത്ത സാറ്? എന്റെ ആരോഗ്യത്തിന് ഇപ്പൊ ഒരു കുഴപ്പമില്ല. വേണ്ടി വന്നാൽ ഞാൻ അന്റാർട്ടിക്ക വരെ പോകും. അതെനിക്കറിയാം. അല്ലെങ്കിലും സാറിനെ പോലെ മനസ്സ് മരവിച്ചവർക്ക് പറ്റിയ സ്ഥലം അന്റാർട്ടിക്ക തന്നെയാ. ആദ്യം സാറ് സംസാരിക്കുന്ന കേട്ടപ്പോ ഞാൻ വിചാരിച്ച് കാമുകയാണെന്ന്. ഇപ്പൊ മനസ്സിലായി, വിളിച്ചത് ഭാര്യയാണല്ലേ? അതെ, കാമുകിയായ ഭാര്യ. ഓ, ഡബിൾ റോള്. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഞാൻ എനിക്ക് തോന്നുമ്പോഴേ വീട്ടിൽ കയറും. എന്തായാലും വീട്ടിലെത്തുമല്ലോ, ബാക്കി ഞാൻ അപ്പൊ പറയാം. ശരി, അങ്ങനെ ആവട്ടെ. അങ്ങനെ ആവട്ടെ. ഞാനില്ലാത്ത നേരം നോക്കി ഓഫീസിലേക്കാവും പോയത്. ഈ വർക്ക് അഡിക്ഷൻ ഞാൻ മാറ്റുന്നുണ്ട്. എന്നെ സാർ മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. കാണിച്ചു തരാം ഞാൻ. പ്രണവേ, കൊച്ചാപ്പൂനെ പറഞ്ഞു വിട്ടേക്ക്. താങ്ക്സ് ചേട്ടാ, വലിയ ഉപകാരം. ഇനി ഇതുപോലെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ വിളിക്കണം. ജയിലിലല്ലെങ്കിൽ ഞാൻ വന്ന് ചെയ്തോളാം. ശരി ചേട്ടാ. ഓ, അവനെ, ആ മിഥുനെ കൊല്ലണം. ഏട്ടനെ തൊട്ട് കളിക്കാൻ തോന്നിയ നിമിഷത്തെക്കുറിച്ച് ഓർത്ത് അവൻ പശ്ചാത്തപിക്കണം. എടുത്തിയാട്ടം വേണ്ട. ഏട്ടാ, ആ മർഡർ അറ്റംപ്റ്റ് കണ്ടിട്ട് ഞാൻ എങ്ങനെ അടങ്ങിയിരിക്കും? തൽക്കാലം അടങ്ങിയിരുന്നേ പറ്റൂ. നീ കൂടാവും. നമ്മൾ പ്രതികരിച്ചാൽ അവൻ പറയാൻ പോകുന്നത് അവന്റെ ഭാര്യയായ നിധിയെ സ്വന്തമാക്കാൻ വേണ്ടി എന്നെ കൊല്ലാൻ ശ്രമിച്ചെന്നായിരിക്കും. ഒരുപക്ഷെ നിധിക്കും ഈ ക്രൈമിൽ പങ്കുണ്ടെന്നോ മൊഴി കൊടുത്തേക്കാം. അതോടെ നിധിയുടെ അവസ്ഥ കൂടുതൽ മോശമാവും. എന്ന് കരുതി നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ അതവന് പ്രോത്സാഹനമാവില്ലേ? ഇതുപോലത്തെ ശ്രമങ്ങൾ ഇനിയും അവൻ നടത്തില്ലേ? നമ്മൾ സൂക്ഷിച്ചാൽ മതി പ്രണവേ. നിധി മിഥുന്റെ ഭാര്യയല്ലെന്നും അവളെ അവൻ ചതിക്കാൻ ശ്രമിച്ചതാണെന്നും ആദ്യം തെളിയിക്കണം. അത് കഴിഞ്ഞു വേണം മിഥുന് എന്നേക്കുമായിട്ട് പൂട്ടാൻ. അമ്മയെ, ഏട്ടനെ എന്നെയും വീട്ടിൽ കാണാത്തോണ്ട് വിളിക്കുമായിരിക്കും. തൽക്കാലം ഫോൺ എടുക്കണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ കൂടി പോകണം. ഹോസ്പിറ്റലോ? അല്ല, ഏട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. എനിക്ക് അവിടുത്തെ ഒരു CCTV ഫുട്ടേജ് കൂടി വേണം. മിഥുൻ ICUവിൽ കയറി എന്നെ കണ്ട ആ ദിവസത്തെ. നീ കാറെടുക്ക്. ചേച്ചി വീട്ടിലെത്തി ഏട്ടനെ കണ്ടില്ലെങ്കിലേ പ്രശ്നം ഉണ്ടാക്കും. സാരമില്ലടാ, അവൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നതെന്ന് അറിയുമ്പോൾ അവളുടെ ആ വഴക്കൊക്കെ മാറിക്കോളും. നീ കാറെടുക്ക്.